വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം തിരൂരങ്ങാടി കക്കാട് പെട്രോൾ പമ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂർ പെരുവഴിയമ്പലം വളവിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. കോഴിക്കോട് ഭാഗത്തേക്ക് കെമിക്കലുമായി പോകുന്ന വലിയ ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. നിർത്തിയിട്ട ബൈക്കിലും ഇടിച്ചു. ചങ്ങരംകുളം കോൾ മേഖലയിൽ കാർഷിക കലണ്ടർ നടപ്പിലാക്കിയില്ല. വരൾച്ച ഭീഷണിയിൽ 2000 ഏക്കർ നെൽകൃഷി. പരൂർ സൊസൈറ്റി പടവ് പഴഞ്ഞിക്കൂട്ടു കൃഷി. നരണിപ്പുഴ കുമ്മിപ്പാലം ആലാപ്പുറം പട്ടിശ്ശേരി കാതോട് വാവർക്കോൾ കോലത്തുംപാടം തുടങ്ങിയ പടവുകളിലാണ് വരൾച്ച ഭീഷണിയുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വള്ളിക്കുന്നിലെ കല്ലുമ്മക്കായ കർഷകർ ദുരിതത്തിൽ. അപ്രതീക്ഷിതമായ മഴയും കഠിനമായ ചൂടും കാരണം പലരുടെയും കല്ലുമ്മക്കായ കൃഷി നശിച്ചു. വളർത്തുനായയെ കല്ലെറിഞ്ഞതിനെ ചൊല്ലി കൗമാരക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 14കാരന് ഗുരുതര പരിക്ക്. മങ്ങാട് നിലമർദൂർ സ്വദേശി അബ്ദുൾ അസീസിന്റെ മകൻ അച്ഛദിനെ തലയ്ക്കും താടിയലിനും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരാമ്പ്ര കൊലപാതക കേസിലെ പ്രതി കൊണ്ടോട്ടി ചെറുപറമ്പ് കോളനിയിൽ കാവുങ്കൽ നമ്പിലത്ത് മുജീബ് റഹ്മാൻ മുത്തേരി ബലാത്സംഗ കേസിലെയും മുഖ്യപ്രതിയെന്ന് പോലീസ്. താൻ നേരിട്ടത് ക്രൂരമായ പീഡനമാണെന്നും നീതി ലഭിച്ചില്ലെന്നും വെളിപ്പെടുത്തി മുത്തേരിയിലെ പീഡനത്തിനിരയായ അതിജീവിത രംഗത്ത് വന്നു. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം മംഗളൂരു രാമേശ്വരം വീക്ക്ലി എക്സ്പ്രസിന് റെയിൽവേ അനുമതി നൽകിയപ്പോഴും മലപ്പുറത്തിന് അവഗണന. കഴിഞ്ഞ ദിവസമാണ് ഈ ട്രെയിനിന് റെയിൽവേ അധികൃതർ പച്ചക്കൊടി കാട്ടിയത്. എന്നാൽ ജില്ലയോട് ഇത്തവണയും അവഗണനയാണ്. ജില്ലയിലെ ഒരു സ്റ്റേഷനിലും ഈ പുതിയ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.